സുഹൃത്തുക്കളെ, ഇന്ന് ലോക സമ്പദ് വ്യവസ്ഥ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം നവ ഉദാരവൽക്കരണം എന്ന സാമ്പത്തിക നയമാണ്. വലിയ കമ്പനികൾ കൂടുതൽ ലാഭം നേടാനായി ഫാക്ടറികളും ഉൽപ്പാദന കേന്ദ്രങ്ങളും അമേരിക്ക, യൂറോപ്പ് പോലുള്ള സമ്പന്ന രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ പോലുള്ള ദരിദ്രവും വികസന രാജ്യങ്ങളുമായ രാജ്യങ്ങളിലേക്ക് മാറ്റി. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? സമ്പന്ന രാജ്യങ്ങളിലെ തൊഴിലാളികളുടെ വേതനം കുറഞ്ഞു. കാരണം അവിടുത്തെ തൊഴിലാളികൾ ഇന്ത്യയിലെയും മറ്റ് ദരിദ്ര രാജ്യങ്ങളിലെയും കുറഞ്ഞ വേതന തൊഴിലാളികളുമായി മത്സരിക്കേണ്ടി വന്നു. അതേസമയം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലുമുള്ള തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെട്ടില്ല. ഉൽപ്പാദനം കൂടിയെങ്കിലും വേതനം ഉയർന്നില്ല. കമ്പനികളുടെ ലാഭം മാത്രം വർദ്ധിച്ചു. ഇതോടെ സാധാരണ ജനങ്ങളുടെ കയ്യിൽ ചിലവഴിക്കാനുള്ള പണം കുറഞ്ഞു. ആളുകൾക്ക് സാധനം വാങ്ങാൻ കഴിയാതായി. എന്നാൽ ഫാക്ടറികൾ കൂടുതൽ ഉൽപ്പാദനം തുടർന്നു. അതിൻ്റെ ഫലമായി സാമ്പത്തിക സ്തംഭനവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ ചെലവഴിച്ച് ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. പക്ഷേ നവ ഉദാരവൽക്കരണ കാലത്ത് ബാങ്കുകളും വലിയ ധനമൂലധന ശക്തികളും സർക്കാരുകൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. സമ്പന്നർക്ക് നികുതി കൂട്ടരുത്, സർക്കാർ ചിലവ് വർദ്ധിപ്പിക്കരുത് എന്നാണ് അവരുടെ ആവശ്യം. അതിനാൽ സർക്കാരുകൾക്കും കാര്യമായി ഒന്നും ചെയ്യാനാകുന്നില്ല. ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് നവഫാസിസ്റ്റ് രാഷ്ട്രീയം ഉയരുന്നത്. മതം, ജാതി, വംശം എന്നിവയുടെ പേരിൽ ആളുകളെ തമ്മിൽ തർക്കിപ്പിക്കുന്ന, ന്യൂനപക്ഷങ്ങളെ ശത്രുക്കളായി ചിത്രീകരിക്കുന്ന രാഷ്ട്രീയം ഉടലെടുക്കുന്നു. അതിലൂടെ ജനങ്ങൾ യഥാർത്ഥ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മറ്റൊരു വഴി സ്വീകരിക്കുകയാണ്. അമേരിക്കയെ നവ ഉദാരവൽക്കരണത്തിൽ നിന്ന് പുറത്തെടുക്കുകയും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ അതിൽ കുടുക്കി വയ്ക്കുകയും ചെയ്യാനുള്ള ശ്രമമാണ്. അതിനായി അമേരിക്ക ഇന്ത്യക്ക് മേൽ അസമമായ വ്യാപാര കരാറുകൾ അടിച്ചേൽപ്പിക്കുന്നു. ഉദാഹരണത്തിന്, അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ നികുതി ചുമത്തും. എന്നാൽ ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കുറഞ്ഞ നികുതി മാത്രം ചുമത്തണം. കൂടാതെ ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വാങ്ങുകയും വേണം. ഇതിൻ്റെ അർത്ഥം എന്താണ്? അമേരിക്ക സ്വന്തം തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് തള്ളിവിടുകയാണ്. ഇന്ത്യയിലെ കർഷകരും തൊഴിലാളികളും ചെറുകിട വ്യവസായങ്ങളും ഇതിൻ്റെ ആഘാതം നേരിടേണ്ടി വരും. ഇത് ഒരു പുതിയ കൊളോണിയൽ രീതിയാണ്. പഴയ കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യയെ സാമ്പത്തികമായി നിയന്ത്രിച്ചതുപോലെ ഇപ്പോൾ വലിയ രാജ്യങ്ങൾ വ്യാപാര കരാറിലൂടെ ദരിദ്ര രാജ്യങ്ങളെ വീണ്ടും നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ചോദ്യം എന്താണ്? നമ്മുടെ സർക്കാരുകൾ എന്തുകൊണ്ട് ഇതിന് സമ്മതിക്കുന്നു? കാരണം വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്കും സമ്പന്ന വർഗങ്ങൾക്കും ഇതിൽ നിന്ന് ലാഭമുണ്ട്. സാധാരണ ജനങ്ങൾക്കാണ് നഷ്ടം. ഇന്നത്തെ പല സർക്കാരുകളും ജനങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ വലിയ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ പോരാട്ടം സാമ്പത്തിക നീതിക്കായും ജനാധിപത്യത്തിനായും പുതിയ രൂപത്തിൽ തുടരുകയാണ്.